ഹായ്, നമ്മുടെ ചാനൽ ഇപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നേരെ വൈകിയ എനിക്ക് വേറെ ഒന്നുമല്ല, അയ്യോ പീസൊക്കെ പോയി. കടുപ്പ് കപ്പൊക്കെട്ട് തൊണ്ടവേദന ഇല്ലാത്തതില്ല, ഇപ്പോൾ എല്ലാം ഉണ്ട്. മേലും കൈക്ക് കഴിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഒരു 3-4-5 ഗുളിക കഴിച്ചിട്ട് രാത്രി ഒന്ന് ഉറങ്ങാനേ ഡോസിലാണ്, കണ്ണും വീഴണമില്ല എനിക്ക്. അയ്യ നീ പെണ്ണോട് നോക്കട്ടെ, എന്ത് ചെയ്യാ ഉണ്ടാക്കുക നോക്കിയോ. അപ്പൊ ഇന്നെന്തായാലും മുന്നോട്ട് സ്കൂളിലേക്ക് ഒരു വെറൈറ്റി. നമ്മൾ ചിക്കൻ ബിരിയാണി കേട്ടിട്ടുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ട് ഇല്ലേ ചേട്ടാ? ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് തക്കാളി ബിരിയാണി. നിങ്ങളും കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അപ്പോൾ ഈ തക്കാളി ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനം 2 പഴുത്ത വലിയ തക്കാളി, ഒരു 5-8 വെളുത്തുള്ളി, ഒരു 3-4-5 വറ്റൽമുളകോ കാശ്മീരി ചില്ലിയുടെ മുളകോ അതെന്തെങ്കിലും ഇട്ട് അതിട്ടിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ നന്നായി വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ച് വേവിച്ചെടുത്താൽ മതി, അപ്പോൾ സെറ്റാവും. അങ്ങനെ അത് വേവിച്ചു. നമ്മുടെ മുളകൊക്കെ സെറ്റായി വന്നപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഞാൻ കണ്ട മുളകും വെളുത്തുള്ളിയും തക്കാളി ഇട്ടാൽ, പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഒരു തക്കാളി ചോറ്. സത്യം പറഞ്ഞാൽ നാളെ നമുക്ക് സ്കൂളിലേക്ക് ജീരകശാല അരി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഓയിലോ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചാൽ ഒരു ബിരിയാണിക്ക് നെയ്യായിരിക്കുമല്ലോ നല്ലത്, പക്ഷേ എനിക്ക് നെയ്യുടെ ഇഷ്ടം തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബിരിയാണിയുടെ ആ മസാലകളൊക്കെ അങ്ങനെയുള്ളത് ഇട്ട് കൊടുത്തു കേട്ടോ. അത് വെളിച്ചെണ്ണയിൽ പൊട്ടി വരുമ്പോഴേക്കും ഒരു വലിയ സബോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇങ്ങനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വാട്ടിയൊരു പകുതി ആകുമ്പോൾ നമുക്കായിരിക്കും ഒരു 3-4-5 വെളുത്തുള്ളിയും ഒരു തുണ്ട് ഇഞ്ചും കൂടിയിട്ട് പേസ്റ്റാക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു. അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയി വരുമ്പോഴേക്കും നമ്മൾ ആ വേവിച്ച് വെച്ചിട്ട് തക്കാളി, വറ്റൽമുളകും കാശ്മീരി ചില്ലിയുടെ മുളകും വെളുത്തുള്ളിയും അത് കണ്ട നല്ല അരച്ച് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട, തക്കാളി ഒഴിക്കാനും അതങ്ങനെ അരഞ്ഞോളൂ കേട്ടോ, പേസ്റ്റ് പോലെ അരഞ്ഞോളൂ. കണ്ട നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല മാതിരി എണ്ണ തെളിഞ്ഞ് തന്നെ ആയിരിക്കും ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു മീഡിയം സൈസുള്ള 3-4 തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ, അരിഞ്ഞത്. ഞാൻ അത് ഇടാവുന്നത് കാണിക്കാൻ മറന്നതാണ്, അത് ഇട്ട് കൊടുത്തു. പക്ഷേ ഞാൻ ആ സമയത്ത് ക്യാമറ ഓഫായിരുന്നു, ഞാൻ മറന്നു, വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട്, അതുകൊണ്ടാണ്. കണ്ട ഏകദേശം അതിൻ്റെ കുത്തുമണൊക്കെ പോയപ്പോൾ ഞാൻ കണ്ട തക്കാളി ഇട്ടു. നിങ്ങൾക്ക് കാണുമ്പോൾ ആരാലും തക്കാളി ഉണ്ട് കേട്ടോ. ഒരു 3-4 തക്കാളി ഇട്ട് കൊടുക്കുക. എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുകയാണ്, കഫക്കെട്ടും തുമ്പലൊക്കെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ആ തക്കാളി ഉടഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇടാം. പിന്നെ ഒരു കൈപ്പിടി നിറയെ പുതിനയിലയാണ് ഇട്ട് കൊടുത്തത്. പുതിനയില ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കട്ടെ. ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് തന്നെ. ഇനി മല്ലിയില ഒരു പിടി, ഇതേപോലെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വാട്ടിയെടുത്ത് വരുമ്പോഴേക്കും നമ്മൾ ബിരിയാണി അരി ഒരു 1/2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴുകി ഇട്ട് കൊടുക്കട്ടെ. ജീരകശാല അരിയായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എൻ്റെ കയ്യിൽ അന്ന് ഇല്ലാത്ത കാരണം നീളനരി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഡബ്ബിയുമ്പോൾ കാണുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നുക. കോഴിമുട്ടയും അച്ചാറ് സലാഡൊക്കെ കുഴച്ചിട്ട് അത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ട ഇനി നന്നായി ഇളക്കിയിട്ട് ചെറുനാരങ്ങയുടെ നീരില്ല, അതൊരു മുറി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറവാ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ നോക്കി കയ്യിലിങ്ങനെ നമ്മൾ ഇപ്പോൾ തന്നെ ഉപ്പും ഇതൊക്കെ കറക്റ്റാണോ എന്ന് ഒന്ന് നോക്കണത് നല്ലതാണ് കേട്ടോ. കുറച്ചും കൂടി ഉപ്പ് കുറവ് വെച്ചപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി അത് മൂടി വെച്ചിട്ട്. ആദ്യമായിട്ട് കേട്ടോ തക്കാളി ബിരിയാണി, ഞങ്ങൾ റെസിപ്പി കണ്ടതാണ്. പിന്നെ തക്കാളി ബിരിയാണി ആയക്കാനും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. തക്കാളി ചോറൊക്കെ ഉണ്ടാക്കണത് തന്നെ ഇഷ്ടമുള്ള ഞാൻ ഉണ്ടാക്കി നോക്കിയത് കേട്ടോ.
പക്ഷെ തക്കാളി ചോറിന് അത്രയ്ക്ക് തക്കാളി ഒന്നും വേണ്ട. ശരിയാഴ്ച രക്ഷപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് തക്കാളി ബിരിയാണി കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടില്ല. തക്കാളി സാധനം തക്കാളി ബിരിയാണി എന്നുള്ളത് ആദ്യമായിട്ടാണ്. എന്തായാലും അല്പനേരത്തിനുള്ളിൽ വിദ്യ ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കേട്ടില്ല ആരാ തല കുളിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. എപ്പോഴും പച്ചമുളക് സലാഡില് പച്ചമുളക് ഉണ്ടേ. കുഴപ്പമില്ല, നമ്മളൊന്നുള്ള ഏകദേശം എരിവ് കഴിക്കണമെന്ന്. നാളെ സ്കൂൾ പറഞ്ഞേക്കാനുള്ള പരിപാടിയിലാണ്. നാളെ ഉള്ള സ്കൂളിലെ ഡാൻസ് ആണ് അല്ലേ കേട്ടോ? ആനുവൽ ഡേ ആണ്. നേരത്തെ കൂടി റോസ് ഡേ. പക്ഷെ പരിപാടി അവിടെ അല്ല, റോയൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കോമ്പൗണ്ടിലാണ് കേട്ടോ അവരുടെ പരിപാടി വരുന്നത്. ഒരേ കോമ്പൗണ്ട് തന്നെയാണ്, രണ്ടും ഒരു കോമ്പൗണ്ട് തന്നെയാണ്. ഒരു ഗേറ്റ് കടന്നിട്ടാണ് ഈ രണ്ട് സ്ഥലത്തേക്ക് എത്തുമെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മുടെ സ്കൂളിൽ കോളേജ് കൂടി സലാഡിന് കൈ വെച്ചില്ല. അല്ല അവള് വിളിക്കണോ സമയം നമുക്ക് ഫോണിലില്ല. ഞാൻ അങ്ങനെ നമ്മുടെ തക്കാളി ബിരിയാണിയൊക്കെ ഏകദേശം ആവണ നേരം കൊണ്ട് ഞാൻ തൈറോയിഡിൻ്റെ കൂടെയും കാര്യങ്ങൾ കഴിച്ചിട്ട് ഞാൻ മണ്ണിക്ക് വയ്യാത്തതാണ്. ഞാനിന്ന് നേരെ വൈകിട്ടാണ് എണിച്ചിട്ടോ. അപ്പോൾ നമ്മൾ നേരെ വൈകിയൊക്കെ എനിക്കൊരു സമയത്ത് നമ്മളുണ്ടാക്കും സ്കൂൾ അടുത്തേക്ക് നല്ലൊരു ഇതാണ്. നമുക്ക് റേഷനരി വെച്ചിട്ടോ പൊന്നിരി വെച്ചിട്ടോ ഒക്കെ ചെയ്യാട്ടോ. ഏറ്റവും നല്ലത് ജീരകശാല അരിയാണ് ടേസ്റ്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് നാളെ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഉണ്ണികൾക്കുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം 2 വിസിൽ വന്നിട്ട് കുക്കർ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ വിസിൽ പോയിട്ട് തുറക്കാം കേട്ടോ. അപ്പോൾ ഈ ഞാൻ ഉള്ള യൂണിഫോം തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നിട്ട് 2 യൂണിഫോം തേക്കണം. പിന്നെ എനിക്ക് നമ്മൾ ഈ ചുരിദാറൊക്കെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അടിക്കുമ്പോൾ ഒന്ന് ചുളിയും. അപ്പോൾ അതൊന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം വന്നുട്ടാ. ഇസ്തിരി പെട്ടി ആ കലമ്പാണ്, തേച്ചാലും ചുളിവ് പോകുന്നില്ല. എന്നാലും ഇങ്ങനെ അമർത്തി കുറച്ച് നേരം ചേച്ചെടുത്ത ചുളിവ് പോകുന്നു മാത്രം. പണ്ടൊക്കെ അതിനായിട്ട് ഗൾഫിൽ നിന്നുമ്പോൾ നല്ല ഇസ്തിരി പെട്ടിയത്. ഇപ്പം അങ്ങനത്തെ നാട്ടിൽ 3000 രൂപ കൊടുത്ത് മേടിച്ച ഇസ്തിരി പെട്ടി ഒരു ഗുണമില്ല, ഒരു ചൂടുമില്ല, ഒന്നുമില്ല. അങ്ങനെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇതേ തക്കാളി ബിരിയാണി സെറ്റാണ്. നമ്മൾക്ക് നിങ്ങൾ കാണുമ്പോഴേക്ക് തക്കാളി അല്ലാട്ടോ, നിങ്ങൾക്ക് എൻ്റെ തക്കാളി ചോറിൻ്റെ റെസിപ്പി എടുത്ത് നോക്കിയാലും അതിൽ സത്യമാണ് 2 ഗ്ലാസ് അരിക്കുമ്പോൾ ഒരു 5 or 10 തക്കാളി എടുക്കണം തക്കാളി ചോറ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. പക്ഷേ ഇതിന് നമ്മൾ എടുത്തിരുന്നത് ആകെ 3-4 തക്കാളി കേട്ടോ. അതും നന്നാക്കിയത് കുഞ്ഞു തക്കാളിയായിരുന്നു. ആ വേവിക്കാൻ വെച്ചത് മാത്രം 2 വലിയ തക്കാളികൾ, ബാക്കിയൊക്കെ കുഞ്ഞു തക്കാളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ തക്കാളി ചോറിൻ്റെ കൂടെ കഴിച്ച് ശീലിച്ചതാണ് കോഴിമുട്ട പുഴുങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാനൊരു കോഴിമുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് ബിരിയാണിക്കാണെങ്കിലും എനിക്ക് ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു തക്കാളി ബിരിയാണിക്കും കോഴിമുട്ടയും നാരങ്ങച്ചാറും പിന്നെ പുളി കുറഞ്ഞ നല്ല കട്ട തൈര് വെച്ചിട്ടുള്ള നല്ല സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉള്ള സ്കൂളിലേക്കുള്ള ലഞ്ച് സെറ്റാണ്. അത് കഴിഞ്ഞ് സ്കൂളൊക്കെ ഉണ്ടാക്കി വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. അപ്പം എങ്ങനെയുണ്ട് തക്കാളി ബിരിയാണി? കഴിച്ചു. ഞാനോട് കഴിച്ചില്ല. ഞാൻ കഴിച്ചോളൂ കഴിച്ചു. ജീരകശാല അരിയാണെങ്കിൽ ഒന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഇല്ലാത്തതാണ് ഞാൻ വലിയ ബിരിയാണി അരി വെച്ചിട്ട് ഉണ്ടാക്കിയത്.
തക്കാളി ചോറിൻ്റെ ടേസ്റ്റ് അല്ല. ഞാൻ രണ്ടു പറ്റിയപ്പോൾ തക്കാളി ചോറിൻ്റെ ടേസ്റ്റ് അല്ല. നമ്മൾ തക്കാളി ഇട്ടേക്കുമ്പോൾ തക്കാളി ചോറിൻ്റെ ടേസ്റ്റ് ആണെന്ന് വിചാരിക്കും അല്ലേ? ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ്. അതെ, ചിക്കൻ കടിക്കാൻ കിട്ടില്ല ബിരിയാണിയുടെ ടേസ്റ്റാണ്. അതെ. ഞാൻ കഴിച്ചോട്ടെ, ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ തിന്നോട്ടെ കേട്ടോ. ബിരിയാണിയുടെ സ്മെല്ലല്ല, വേറൊരു സ്മെല്ലാണ്. ഞാൻ നെയ്യ് ഒഴിച്ചിരിക്കും. നെയ്യ് എന്തോ ഒഴിക്കാൻ തോന്നിയില്ല. ഇതില് ആ ഉണ്ടാക്കുന്ന റെസിപ്പി വെച്ചപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇതിന്റെ കറക്റ്റ് പാകത്തിന്. എന്നാൽ ചോറ് വെന്ത് തുടങ്ങിയിട്ടില്ല. തക്കാളി അരച്ചതിൻ്റെ ഒരു പേസ്റ്റിന് അതിൻ്റെ ഒരു കുഴച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ തക്കാളി ചോറിൻ്റെ ഒക്കെ എന്തെങ്കിലും കുഴച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അല്ല, എന്നും നമ്മൾ ഓരോന്ന് ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ രാവിലെ കൊടുത്തേക്കുമ്പോൾ ഈ ബിരിയാണി റൈസും തക്കാളി ചോറ് അങ്ങനത്തെ ഇത് ഇഷ്ടമുള്ള കുട്ടികൾക്ക് വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് എരിവില്ലാതെ എരിവുണ്ട്, അങ്ങനത്തെ ഒരു ഇല്ല. എനിക്ക് അതൊക്കെ ഇഷ്ടാട്ടോ. അനുവിന് അങ്ങനെ അധികം ഇഷ്ടമുള്ള ആളല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൂടി ചോറിന് മുതിർപ്പേരുടെ ആളായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൂടി ഞാൻ പിന്നെ എല്ലാം കഴിക്കൂലോ. എൻ്റെ പോലെയല്ല. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സാധനം കഴിക്കുള്ളൂ. ഞാൻ പിന്നെ കഴിക്കും. എനിക്ക് ഇങ്ങനത്തെ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നീ ചോറ് ഉപ്പേരി കഴിക്കണേക്കാളും ഒരു വെറൈറ്റിക്ക് കുട്ടിക്കാലത്ത് അമ്മോട് ഇങ്ങനെ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കിയാലും നിങ്ങളുടെ വീട്ടില് അന്ന് ഹെവി ഫുഡാണ്. നിങ്ങളുടെ വീട്ടില് ഉള്ളതുകൊണ്ട് ഹെവി ആയിരിക്കുകയാണ്. 10 രൂപയുടെ മത്തി മേടിച്ചിട്ട് നിന്റെ അച്ഛനെ ചാരത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടാകുന്ന കാശാണ്. എന്റെ അച്ഛൻ പാർത്ത് കഷ്ടപ്പെട്ടുള്ള കാശാണ്. ചെറുക്കണൊക്കെ അതാണ് ഉദ്ദേശിച്ചത്. എനിക്കിഷ്ടമാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയും, എനിക്കിഷ്ടമാണ്. പോന്ന എനിക്ക് റൈസ് ഇഷ്ടമായി. ഇനി ജീരകശാല ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി പോകണം. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നെല്ലില്ലാത്തതാണ്. നോക്കി എന്തിന് വെറൈറ്റി ആണെങ്കിൽ പിന്നെയും കഴിക്കും. ചില നേരത്തെ അവർക്ക് തോന്നണമെങ്കിൽ അവർക്ക് ഇഷ്ടമാവണമെങ്കിൽ ഇഷ്ടമാവുന്ന ടേസ്റ്റ് ആട്ടത്. ഇന്നലത്തെ ബ്രെഡ് പിസ്സ അല്ലേ? ബ്രെഡ് പിസ്സ സൂപ്പറായിരുന്നു. എല്ലാ ബ്രെഡ് പേരടിച്ച് അതുകൊണ്ട് പിസ്സ ഉണ്ടാക്കി കൊടുത്തു. അത് ഭയങ്കര ഇഷ്ടമാണ്. എളുപ്പമായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഇൻസ്റ്റയിൽ കണ്ടതാണ്. എൻ്റെ അതിലുള്ള എല്ലാ സാധനങ്ങളൊന്നും ഇല്ല, ഉള്ളതുകൊണ്ട് വെച്ച് തട്ടിമുട്ടി ചെയ്തു. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ നിന്ന് ഓർത്തുണ്ട് തിന്നു. അത് അല്ല ഇങ്ങനെ ഈ പിസ്സൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എൻ്റെ കുളുക്കിന് ഈ പറഞ്ഞാൽ ഒരു 5 മണി 6 മണി 7 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഹാപ്പിയാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്തോ വിചാരിച്ചൊരു മനസ്സിലാവും. വണ്ടിയുടെ ശബ്ദമായി കുഞ്ഞിനും ഇഷ്ടപ്പെടും, കുഞ്ഞിനും ഇഷ്ടപ്പെട്ടാ. ഷെബിക്കും ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എന്നാൽ തക്കാളി ചോറിൻ്റെ ടേസ്റ്റ് അല്ലത്. തക്കാളി ചോറിന് അത്ര തക്കാളിയും വേണ്ട. അത് കുഞ്ഞു തക്കാളിയാ. കുഞ്ഞു തക്കാളിയായിട്ട് 4-5 അടിച്ചിട്ടുള്ളൂ. മറ്റൊരു 10-15 വേണം. അങ്ങനെ റൈസിൽ തക്കാളിയുടെ ടേസ്റ്റ് ഉണ്ടോ? അതും ഉണ്ട് അല്ലേ? എനിക്കിഷ്ടമായിട്ടാ. വീണ്ടും ഇതേമാതിരി പരീക്ഷണങ്ങളായിട്ട് വരും. അതിനായിട്ട് നാട്ടിൽ വന്നിട്ട് ചേട്ടൻ ഞാൻ ഉണ്ടാക്കിയില്ല. അമ്മയുള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എന്താ നാരങ്ങ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിനായിട്ട് അതിനായിട്ട് മുറുക്കർ കൊടുക്കി കഴിച്ചിട്ട് പൊന്നും ഞാനും കുഞ്ഞിനും കഴിക്കുന്നതൊക്കെ ഒരു ദിവസം ഉണ്ടാക്കി തുടങ്ങണം. വേണ്ട നാരങ്ങ സാധനം. കഴിഞ്ഞ സാധനല്ലേ നാരങ്ങ സാധനം ഞാൻ പറഞ്ഞില്ല. നമ്മൾ ചെന്നൈയിലേക്ക് വരിക.
ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ മഞ്ഞ റൈസ് മേടിച്ച് വെച്ചിട്ടില്ല. നല്ല രസമാണ്. എനിക്കിഷ്ടമാണ്. എനിക്ക് പറഞ്ഞ അമ്മ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്കിഷ്ടം. കുറച്ച് ഈ വക ഇഷ്ടപ്പെട്ട തമിഴ് ചോയല്ലേ അല്ലേ? അമ്മ തമിഴ്നാട്ടിൽ അപ്പം അമ്മയ്ക്ക് അങ്ങനത്തെ ഫുഡിനോട് ഇഷ്ടം. പിന്നെ അമ്മ ഒരു ഇറച്ചി കഴിക്കില്ല, വെട്ടുമീൻ കഴിക്കില്ല. കോഴിമുട്ട തന്നെ പക്ഷിപ്പനി വന്ന സമയത്തൊട്ട് കോഴിമുട്ട നിർത്തി. പിന്നെ മരിക്കണോട് കൂട്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനെ വലിയ തേമാനം കാര്യങ്ങളൊന്നും കോഴിമുട്ട കഴിക്കണം എന്നു. അപ്പോഴാണ് വലിയ ഇഷ്ടം. മരിക്കണോട് കൂടിയിട്ട് അതൊരു അമ്മ കഴിച്ചിരുന്നില്ല, കോഴിമുട്ട കഴിച്ചില്ല. പക്ഷിപ്പനി എന്നോ വന്ന സമയത്ത് നിർത്തിയതാ. സുനാമി ഉണ്ടായതിന് ശേഷം മീൻ കുറെ നാൾ നിർത്തി. അമ്മ നമ്മളിവിടെ കുറച്ച് നേരം തുടങ്ങി മനസ്സില്ല മനസ്സോട് കൂടിയിട്ട്. അമ്മ ഇവിടെ കുറേ നാളെ നിർത്തി. അമ്മ പിന്നെ അത് കഴിച്ചിരുന്നില്ല. അമ്മയ്ക്ക് എപ്പോഴും എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടം ദോശ, ഇഡ്ഡലി. രാവിലെ ഫുഡ് എന്താണെങ്കിലും അതിന് ഇത് ഉച്ചയ്ക്ക് തരും, അതിനൊക്കെ രാത്രി കിട്ടും, അതിന് രാത്രി തരും. ചോറ് വേണമെന്നില്ല. അത് തമിഴ് ചോയ അല്ലേ? എൻ്റെ അമ്മനെ മൊത്തത്തിൽ തമിഴ് അങ്ങനെയല്ല. നമ്മ മലയാളിയാണ്. ധരിച്ചത് പറഞ്ഞത് തമിഴ്നാട്ടിലല്ലോ. സത്യമംഗലക്കാരി വീരപ്പൻ്റെ നാട്ടുകാരി. അവിടെ ജനിച്ചിട്ട് ആ അന്ന് മാമ്മമാര് കവിച്ച് അവിടെ കവിച്ച അറിയില്ല. ഇവിടെ ചെന്നിട്ട് എന്താ ആലോചിക്കുന്നില്ല. പറഞ്ഞു മനസ്സിലാ തമിഴ്നാട്ടിലും മോളെ എന്നിട്ടാണ് തമിഴ്നാട്ടിൽ പോയി ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പോയി ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് എടുത്ത് അങ്ങനെ വൃത്തിയില്ലാതെ തുടർന്ന് കഴിക്കുന്നുണ്ട്. വൃത്തിയിലോടന്ന് കഴിക്കും. ചായ കുടിക്കില്ല. എൻ്റെ അവിടെ എനിക്ക് പശുപാലിൻ്റെ ഭയങ്കര എരുമപ്പാല ഭയങ്കര സ്മെല്ലൊക്കെ ഇഷ്ടമാണ്. ഞാൻ ചായ കുടിക്കാറില്ല. ബാക്കി എല്ലാം കഴിക്കാറുണ്ട്. നമുക്കെന്താ ഒരു പുച്ഛം. എന്താ സലാഡും പൂർത്തീകരിക്കാത്ത നല്ല ടേസ്റ്റ്. ഫ്ലൈറ്റ് നിൽക്കാതെ അത് ഞാൻ ജനിക്കും. ഫ്ലൈറ്റ് അങ്ങനെയൊന്നും കാണുന്നത്. എൻ്റെ ഫ്ലൈറ്റ് എൻ്റെ കൈയൊക്കെ കുട്ടിക്കാലം തൊട്ട് നിന്ന് നക്കും. വെള്ളം എവിടെ പൈപ്പിലെ വെള്ളത്തിന്റെ വരെ നിൽക്കില്ല. അതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ കൈ നിൽക്കുന്നത്. അല്ല ഫുള്ള് സത്ത് കൈയിന്റെ മുകളില അത് നക്കണം. ഇവര് കണ്ട ഇവരെ കൈ കണ്ടി ശരിച്ചോടിക്കണം. മണക്കുന്ന പറഞ്ഞവര് തമിഴ്നാട്ടുകാരുടെ കൂടെ അത് സൂന്തിയാകുമ്പോ ചോറ് കുട്ടിയെന്ന് കുഴച്ച് സൂന്തിയാകുമ്പോ ചോറ് കുട്ടിയെന്ന് സൂന്തിയാകുമ്പോ അങ്ങനെ കൈ ഇങ്ങനെ ആക്കി ഇങ്ങനെ കഴിക്കാതെ ഏറ്റുട്ടൊക്കെ. പഴയ ആൾക്കാർ ഒന്ന് രണ്ടാൾക്കാരെ പേരൊക്കെ ഒന്നും വരില്ല. അഞ്ച് സോക്കേസ് കണ്ടല്ലോ. എന്റെ ശീലം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞല്ലോ. ഈ പ്ലേറ്റ് എടുക്കും. ഇങ്ങനെ കളയണത് ഇഷ്ടമല്ല. വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ താഴത്തുനിന്ന് എടുത്തിട്ടാ. താഴത്തല്ലേ ഈ മേശയില്ല. ഒന്നിങ്ങനെ വെക്കണം. എല്ലാവരും അത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. തടി വെക്കണ മതിയേക്ക്. ഇങ്ങനെയാണ് തക്കാളി ബിരിയാണി ഉണ്ടാക്കുക. മനസ്സിലായി? കൈ കഴുകണ വേണ്ട വേണ്ട. ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലവർക്ക് 100-ൽ 60% ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് രമേശ് ശാപ്പിനെ തിന്നിട്ട് കൈ
ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കഴിച്ചാലാണ്. അതിപ്പോ ഞാൻ കല്യാണത്തിന് പോയാലേ ഇവിടെ ഹോട്ടലിൽ പറ്റിയിട്ട് മതി, ആൾക്കാർ നോക്കും മതി. പക്ഷെ എനിക്കത് കഴിച്ചുന്ന് നല്ല ഫുഡാണെങ്കിൽ മാത്രം ഇട്ടാ, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. അത് വേറെ കാര്യം. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം ഞങ്ങൾ തുടച്ചിട്ടുണ്ടാവും. ഇനി എന്ത് അമൃതാണെങ്കിലും ഹോട്ടലിൽ പോയി ജമ്മണി തിന്നു കഴിഞ്ഞാൽ കയ്യേകാനും പോലും നല്ല സംഭവം അല്ലാന്ന് പറയാം. ഞാൻ ടിഷ്യൂ കൊണ്ടെടുക്കും, ടിഷ്യൂ കൊണ്ട് നന്നായി കൈ കഴിച്ചിട്ടെടുക്കും. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കൈയാകാൻ പോണ ഏരിയ വൃത്തി. ചില ഹോട്ടലുകൾ അടിപൊളിയായിരിക്കും, വാഷിംഗ് ഏരിയ ഭയങ്കര മോശമാണ്. അപ്പം ഞാൻ ഇതൊക്കെ തിന്നിട്ട് വാഷിംഗ് ഏരിയ കൂടി കണ്ടു. അപ്പം തിന്ന സാധനം ഇരട്ടിച്ചിട്ട് ഇങ്ങോട്ട് ആ ഒരു ശീലം കൂടി മാറ്റിയെടുക്കണം. ആ ശീലം എനിക്കുണ്ട്. ആദ്യമൊക്കെ പണ്ടൊക്കെ എൻ്റെ ഗൾഫിലുള്ളപ്പോഴേ ഇപ്പം തന്നെ ഇറച്ചി ആഴ്ചയിൽ ദിവസം ബീഫ് എപ്പോഴും ആഴ്ചയിലല്ല മാസങ്ങൾ കൂടുമ്പോൾ പ്രാവശ്യം ബീഫ് മേടിച്ച് 2 മാസം 3 മാസം കൂടുമ്പോഴാണ് ഒരു കിലോ ബീഫ് അങ്ങനെ മേടിക്കാറ്. 2-3 മാസം കൂടുമ്പോൾ പ്രാവശ്യം മേടിച്ചെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടല്ല. ഇപ്പം അച്ഛൻ വന്നിട്ട് ശേഷമാണ് 1-2 പ്രാവശ്യം പിന്നെ മേടിച്ചത്. അച്ഛന് ബീഫ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മേടിക്കും. ഞങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവരും ചിക്കൻ്റെ ആൾക്കാരാണ്. ഷെബി ആണെങ്കിൽ ഇനിയിപ്പോൾ ക്രിസ്ത്യൻസിനൊക്കെ നല്ല ഇഷ്ടമാണ് ബീഫ്. അവനങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവനും ചിക്കനാണ് തിന്നുക. അപ്പൊ അതിനേക്കാൾ ഇഷ്ടം പച്ചക്കറിയാ. അപ്പൊ ഷെബി ഇപ്പൊ ഏത് കാസ്റ്റാത്തും കൂടി ആൾക്കാരെന്നെ അറിയിച്ചു. അങ്ങനെയല്ല, അവർക്ക് ബീഫ് മെയിനാണ്. എല്ലാ ആഴ്ചയും മേടിക്കണോന്ന് കേൾക്കണ. അവിടെ നമ്മളങ്ങനെ ഷെബിക്ക് ഇറച്ചിയോട് മീനോട് ഇഷ്ടമായിരിക്കും. പക്ഷെ ഒരിക്കലും അവ ഏതോ ബ്രാഹ്മണന്മാരെ എന്ത് ചെയ്യുക, സാമ്പാർ, പരിപ്പ് കറി, പരിപ്പ് ഉപ്പേരി, ആ ചമ്മന്തി, അച്ചാർ, ഇതൊക്കെയാണ് അവൻ്റെ ഫേവറേറ്റ്. അച്ചുവിന് തിരിച്ച് അച്ഛൻ്റെ ഫേവറേറ്റ് ഇങ്ങനെ ബീഫ് ഇഷ്ടം. ബീഫൊക്കെ ഉണ്ടെങ്കിൽ വേറെ കറികൾ വേണ്ട ചോറിന്. അപ്പം പലരും പല തരത്തിലാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയാമെന്നല്ലോ, അപ്പം ഞാൻ കയ്യാകാൻ തന്നെ കാര്യം ഇപ്പം മാർക്കറ്റിലേക്ക് പണ്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് ഗൾഫിൽ പോകുമ്പോൾ അതിന് പോകുമ്പോൾ ഞാൻ ഇറച്ചി എന്നെ മാർക്കറ്റിൽ ആൾക്കാർ കാണുമ്പോൾ വേഗം സാറിൻ്റെ അടുത്ത് ഓടിപ്പിക്കും. അവിടെ ഒക്കെ എനിക്ക് എന്നൊരു ഭയങ്കര ശബ്ദത്തിന് ഛർദ്ദിക്കും. മാർക്കറ്റിലുള്ള സ്മെല്ല് പറ്റി അവിടെ എത്തുമ്പോഴേക്കും ആ ചേച്ചിന് വേഗം വിട്ടേ, ചേച്ചിൻ്റെ സാറിനോട് വേഗം വിട്ടോ, ചേച്ചിയുടെ വേഗം വിട്ടോ. അങ്ങനെ പറയാൻ ചേട്ടൻ ഉടക്കമീൻ മേടിക്കാനൊക്കെ എൻ്റെ ഉള്ളിലേക്ക് പോകും. ആ ചേട്ടനില്ല, ആ ചേട്ടൻ്റെ അടുത്ത് ഉടക്കമീൻ മേടിക്കാൻ പോകാറ്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് എന്നെ അടുപ്പിക്കാൻ അവർ വേഗം സാറിന് പാക്ക് ചെയ്തിട്ട് വേഗം തരും. എന്നെ അവിടെ നിർത്തില്ല, ഒരു മിനിറ്റ് നിർത്തില്ല. എന്നോട് ഇഷ്ടം അടുപ്പം, അല്ലെങ്കിൽ അവർ ഛർദ്ദിച്ചു തുടങ്ങി തുപ്പിയാതുകൊണ്ട്. ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് ഞങ്ങള് നേരത്തെ അല്ലെങ്കിൽ രാവിലത്തെ ഉച്ചത്തെ കൂട്ടിട്ട് ഞങ്ങൾ 12 മണിയായിരിക്കും ഫുഡ് അടി. അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ആശാന്റെ നെഞ്ചെത്തുന്നത്. മിന്നാന്ന് ചിക്കൻ കറി ചോറ് കൂടി കഴിച്ച് കഴിഞ്ഞാൽ 6:30 ഉച്ചത്തോട്. ഇന്ന് ഞാൻ രാവിലത്തെ ഉച്ചത്തോട് 12 മണിയായിരിക്കും. നിങ്ങൾ നേരത്തിന് കാലത്തിന് ഫുഡ് കഴിക്കണമല്ല. എനിക്ക് നിർബന്ധമാണ് നേരത്തിന് ഫുഡ് കഴിക്കുന്നത്. ഇങ്ങനത്തെ വല്ല ഫുഡാണെങ്കിൽ നേരത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ്. ഞാനും വിചാരിച്ചു മനസ്സിലായി. അമ്മേ രാവിലത്തെ വീഡിയോ എടുക്കും. ഫുഡ് അടി തീരെ തുമ്പി 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 തോറ്റു. ഇതാണ് ഇവിടുത്തെ ഇപ്പത്തെ അവസ്ഥ. അയ്യോ, ഇനി 2 മൂക്ക് കുത്തണം. അവരോട് മൂക്ക് കുത്തരുതേ, 2 തുമ്പാൻ പറ്റില്ല. ചീറ്റാൻ പറ്റണില്ല. ഇങ്ങനെ പിടിക്ക 2 മൂക്കുത്തിട്ട് ശങ്കിരി മൂക്കിന്റെ ഉള്ളിൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ, മൂക്കരിച്ചിട്ടേ ഭയങ്കര ഇപ്പൊ കുഞ്ഞ വരണ്ടേ, അല്ലെങ്കിൽ ഞാൻ നടക്കണേല് കേരളയുടെ സത്യം പറയണോ എന്ന് നടക്കണേക്ക് എനിക്ക് അത്രയ്ക്ക് ഇങ്ങനെ മൂക്കിന് ഇങ്ങനെ ജലദോഷമുള്ള ഇങ്ങനത്തെ പണി കുറച്ച്. അയ്യോ, വരുമ്പോ കുഞ്ഞെ കുറച്ച് ദിവസമായിട്ട് ചോറൊന്നും സാർ ചോറുണ്ട് ഇട്ടതാണ് കുഞ്ഞ്. വർക്കിന്റെ പിന്നാലെ ഒരു സ്ഥലത്ത് വർക്കും കാര്യങ്ങളാകുമ്പോ കുഞ്ഞിനും കൂടെ പോകാൻ കുഞ്ഞിന് ചോറ് വെച്ചേക്കുന്ന നേരം കുറച്ച് ചോറ് മതിയമാണ്. അപ്പം ഞാൻ ചോറ് വയ്ക്കാം അവൾക്ക്. ഞങ്ങളാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കി, ഇന്ന് രാത്രി പോലെ ചപ്പാത്തി എന്തെങ്കിലും മതി എന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനോട് ചോദിച്ചാൽ എന്താ കുഞ്ഞെ വേണ്ട വെച്ചപ്പോൾ ചോറ് മതി. അപ്പോൾ ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അയ്യോ അയ്യോ,
സത്യം പറഞ്ഞാൽ അന്ന് തീരെ വയ്യായിരുന്നു. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എന്നെ അറിയുന്നുണ്ടാവും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കടച്ചക്ക ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. കടച്ചക്ക ശരിക്കും ഒരു വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ വേവിട്ട്, ഈ കടച്ചക്ക മൂക്കാത്ത കാരണം 3-4 വിസിലടിപ്പിച്ചിട്ടാണ് വെന്ത് കിട്ടിയിട്ട്. അങ്ങനെ ഞാനിന്ന് അച്ഛനും ഇഷ്ടം പച്ചപ്പയർ ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അത് ഉപ്പേരിക്കാൻ കടച്ചക്ക ഉപ്പേരിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി, കടച്ചക്കയ്ക്കുള്ള മസാലയാണ് കേട്ടോ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ചുവന്നുള്ളി വെളുത്തുള്ളിയും കടുകൊക്കെ പൊട്ടിച്ചു. അതിൻ്റെ ശേഷം വറ്റൽമുളകും കുത്തിയ മുളകും പൊടിയൊക്കെ ഇട്ടു. അത് കാച്ചി വിട്ടപ്പോൾ നമ്മുടെ കടച്ചക്ക ഉപ്പേരി റെഡി. കടച്ചക്ക ഉപ്പേരി എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കി തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി രാത്രി അവർ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അച്ഛൻ രാവിലെ എനിക്ക് വർക്കിന് പോയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുള്ള സ്കൂൾ ആനുവൽ ഡേ ഉണ്ട്. അപ്പോൾ അവരെ കൊണ്ടാക്കാൻ പോകാൻ കേട്ടോ. എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ ഒന്ന് ഞങ്ങൾ രാവിലെ കഴിച്ചു ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ വെച്ചിട്ടാ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഉണ്ണോടെ കുളിപ്പീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 10:00 ആകുമ്പോഴേക്കും സ്കൂളിൽ എത്തിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കണ വൈകിട്ട് ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നെയ് റോസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ഉണ്ണോളെ സ്കൂളിൽ ഉണ്ടാക്കി വന്നതിന് ശേഷം ഞങ്ങൾക്ക് 12 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടും അനുവേട്ടനോടും. അപ്പോൾ ഗസ്റ്റുകൾ വരുന്നവരെ വെൽക്കം ചെയ്യാൻ നിൽക്കാനുള്ള ഡ്യൂട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതേ മേക്കപ്പൊക്കെ ചെയ്ത് ഞാനും അനുവേട്ടനും വന്നു. പക്ഷേ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ക്യാമറ തിരിച്ച് മറിച്ചും ഒക്കെ വെച്ചപ്പോൾ ഒരു വെളിച്ചം അവിടുന്ന് ഭയങ്കരമായിട്ട് ഇതാകട്ടെ. അപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ എൻ്റെ ഒരു ഷാളുണ്ടായിരുന്നു, ഒരു കറുപ്പ് പാർത്ത തുണിയുടെ ഒരു ചുരിദാറും ആ ഒരു കറുപ്പ് ഷാൾ ഇട്ടു. പിന്നെ ഏതോ കാലത്ത് കുഞ്ഞിന് മേടിച്ചൊരു കമ്മൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടു. അപ്പം നമ്മുടെ മേക്കപ്പ് ഫുള്ളായി. പിന്നെ കുപ്പിവളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളതെടുത്ത് അതും ഇട്ടു. അങ്ങനെ നമ്മുടെ ഉള്ള പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നേരത്തെ എത്തിയിട്ടാണ്. അപ്പോൾ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഉള്ളിലായിരുന്നു അവരുടെ പരിപാടിയിട്ട്. അപ്പോൾ റോസ്ബേ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ആദ്യത്തെ ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചേക്കാളും അടിപൊളി ലെവലിലാണ് അവരത് നടത്തിയിട്ടാണ്. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു 2:30 ആകുമ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടാണ്. അങ്ങനെ ടീച്ചേഴ്സും എല്ലാവരും സ്കൂളിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഗസ്റ്റുകളെ വെൽക്കം ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ കുണുക്കനൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഡാൻസിൽ ഈ ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ കുണുക്കനൊക്കെ ഇത്രയും പെട്ടെന്ന് അതുപോലെ ചെയ്യാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ കണ്ടോ നമ്മുടെ കുണുക്കമ്മോൻ നമ്മുടെ കുണുക്കമ്മോൻ്റെ തലേത്ത പൂവേ ഊരി പോരാറായിക്കണു. അതാണ് കുണുക്കമ്മോൻ ഇങ്ങനെ താങ്ങി പിടിച്ചവിടെ നിൽക്കണം കേട്ടോ, പാവം. എന്നാലും അവനോണ്ട് പെറ്റണ പോലൊക്കെ ചെയ്തിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ കുണുക്കൻ ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഒന്നിനും ഇൻട്രസ്റ്റ് കാണിക്കാറോ ഒന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഈ സ്കൂളിൽ എൻ്റെ മക്കളെ ചേർത്തിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു കുട്ടികളേനും ബാക്കിലേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല. എല്ലാ കാര്യത്തിലും, ഇപ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിലായാലും ഗെയിമായാലും കളിയായാലും എല്ലാ കാര്യത്തിലും അവരെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക്. എനിക്ക് ഭയങ്കര അതിശയം തോന്നിക്കാര്യം എൻ്റെ കുഞ്ഞിനും പൊന്നൊന്നും ഒരു കാര്യത്തിനും എല്ലാത്തിനും പിന്നാക്കായിരുന്നു. എന്ന് വെച്ചാൽ സ്കൂളിലെ ഒരു ക്വാളിറ്റി അതായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സ്കൂളിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയത്, ഒറ്റ കുട്ടികളെ അവർ പിന്നിലേക്ക് പോകാൻ സമ്മതിക്കില്ല. എല്ലാ മക്കളേനും ആക്ടിവിറ്റിയിലും എല്ലാ കാര്യങ്ങളും അവരെ നിർത്തി അവരോട് ചെയ്യിപ്പിക്കാൻ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ സ്കൂളിലൊക്കെ ഒരുപാട് ഡാൻസ് കളിച്ചിരുന്ന ആളാട്ടോ. പക്ഷേ എൻ്റെ മക്കളത് ചെയ്യാത്തത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ കുഞ്ഞിനോ ഒന്നും അങ്ങനെ കുറച്ചൊക്കെ പിന്നെ കളിച്ചിരുന്നു കേട്ടോ. സ്കൂളിലല്ലെങ്കിലും പുറത്തൊക്കെ ഡാൻസ് കളിച്ചിരുന്ന ആളാണ് സ്കൂളിൽ അങ്ങനെ ഒരു ഡാൻസ് കൊണ്ട് കളിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സ്കൂളിൽ എൻ്റെ മക്കളെ ചേർത്തതാണ് ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്ന് എനിക്ക് തീർത്തും പറയാം കേട്ടോ. എന്താ വെച്ചാൽ അവർ ആ സ്കൂളിന് വേണ്ടിയിട്ട് ആ മാനേജ്മെൻറ്റ് അതിൻ്റെ ആൾക്കാരും എല്ലാവരും എത്രത്തോളം അവർ എല്ലാവരും ഒരുപോലെ തന്നെ നിന്ന് കഷ്ടപ്പെട്ട് ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ ഇപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾ അവരൊക്കെ നമ്മൾ ഹൈ ലെവലിലിരിക്കണവരല്ലേ. അപ്പോൾ ടീച്ചേഴ്സ്, അവിടുത്തെ സ്റ്റാഫുകൾ, താഴെ ജോലിയുള്ള സ്റ്റാഫുകൾ, ഡ്രൈവറും. പക്ഷെ അവിടെ അങ്ങനെ ഒരു വേർതിരിവില്ല കേട്ടോ. എല്ലാവരും ഒരു കുടുംബം പോലെയാണ് എനിക്ക് തോന്നിയത്. നമുക്കൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 2-3 സ്കൂൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളും 2-3 സ്കൂളൊക്കെ അവർ മാറ്റി ചേർത്തിട്ടുണ്ട്. അങ്ങനെ പല സ്കൂളിലും പോയിട്ടുള്ള അനുഭവം, ഒരുപാട് ടീച്ചേഴ്സിന് ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് പറയാണ്, ഇവിടുത്തെ ടീച്ചേഴ്സിന് നമുക്കൊരിക്കലും ഒരു ഇതായിട്ട് തോന്നില്ല. നമ്മുടെ ഒരു ഫ്രണ്ട്, നമുക്ക് അവരോട് എന്തോ സംസാരിക്കാം. അങ്ങനൊരു ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് ഭയങ്കര സപ്പോർട്ടാട്ടോ. എല്ലാവരും, പ്രിൻസിപ്പളായാലും ആ മാനേജ്മെൻ്റ് ആയാലും എല്ലാവരും കേട്ടോ. അങ്ങനെ നമ്മുടെ കുണിക്കുമ്പോഴുള്ള സോങ്ങാണ് കേട്ടോ. അയ്യ
ഇവരെ ഡാൻസും ഇവരെ കോസ്റ്റ്യൂംസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നമ്മുടെ ഓരോ സ്കൂളിലുള്ള ഓരോ ലെവലാണ്. നമ്മൾ ഒരുപാട് സ്കൂളിൽ ആനുവൽ ഡേയും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും ഈ റോസ്ബേ ഇൻ്റർനാഷണൽ സ്കൂളിലെ അവരൊരു ആനുവൽ ഡേ പറയാതിരിക്കുക അടിപൊളി. ഇപ്പോൾ ബാക്ക് സീറ്റ് ഇങ്ങനെ കാണണ്ട, ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു, ഫ്രണ്ടിലൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു. പിന്നെ ഈ ഒരു വർഷമാണ് ഈ ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സ്കൂളിൻ്റെ ഓരോ ഉയർച്ചയും അവരൊപ്പം നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അതിൽ ആദ്യത്തെ വർഷം തന്നെ എൻ്റെ മക്കളെ അവിടെ ചേർത്താൻ പറ്റി. ആ സ്കൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ മക്കൾക്ക് അവരുടെ കൂടെ ആ സ്കൂളിൻ്റെ വളർച്ചയുടെ കൂടെ കൂടാൻ പറ്റി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അവിടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ കുട്ടികളുടെ ഫേസിൽ ഇങ്ങനെ ഓരോ ചിത്രങ്ങളും കാര്യങ്ങളും അത് കണ്ട എല്ലാ കാർത്തുമ്മ അടക്കം ഭയങ്കര ഇഷ്ടത്തിൽ കാണിച്ചു കൊടുക്കണമെന്ന് നോക്കി കാർത്തുമ്മ അതും കാണിച്ചിട്ട് കുറേ നേരം മ്യാവുന്നിട്ടൊക്കെ നടന്നിരുന്നു കേട്ടോ. പക്ഷേ കുണിക്കുമ്പോഴും ഇതൊന്നും ആദ്യം കാണാൻ പറ്റില്ല. അവർ ഡാൻസിൻ്റെ കാര്യങ്ങളായിക്കാണ് അവർ സ്റ്റേജിൻ്റെ ബാക്കിലായിരുന്നു കേട്ടോ, ഓരോ ഗ്ലാസ് റൂമിലായിരുന്നു കേട്ടോ. ഈ റോസ്ബേ ഇൻ്റർനാഷണൽ സ്കൂൾ നമ്മുടെ റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒരേ മാനേജ്മെൻറ്റും കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അവർ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ പുതിയ അഡ്മിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൊണ്ട് ചേർത്താം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ മക്കളെ അവിടെ ചേർത്തിയിൽ. എന്താ വെച്ചാൽ എൻ്റെ മക്കൾ പഠിക്കണ കാര്യത്തിൽ കുറച്ച് പിന്നാക്കമായിരുന്നു. അതിൽ സ്കൂളിൽ പോകാനും ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ സ്കൂളിൽ ചേർത്തോടുകൂടി എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോവുക എന്ന് പറഞ്ഞത് ഇഷ്ടമാണ്. പിന്നെ എനിക്കും ആ ഒരു സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കും അനുവായിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറയാം, ഈ ഒരു സ്കൂളിൽ എൻ്റെ മക്കൾ പോകുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴൊന്നും ഒരു ടെൻഷനും ഇല്ലാണ്ടാണ് ഞാൻ പോകണം കേട്ടോ. നമുക്ക് പല സ്കൂൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ മോശമായിട്ട് പെരുമാറ്റം ഒരുപാട് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതൊന്നും അല്ല കേട്ടോ. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെയാണ് ഈ സ്കൂളിൻ്റെ പോക്ക്. അത് ഭയങ്കര ഹാപ്പിനെസ് തന്നെയാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഈ കുളിക്കുമ്പോൾ അടുത്ത സോങ്ങാണ് കുളിക്കുമ്പോൾ ടീച്ചറാണ് ആ നിൽക്കുന്നത്. 2 ടീച്ചേഴ്സിൻ്റെ ഫെസ്റ്റിലിട്ടത് കുളിക്കുമ്പോൾ ടീച്ചർ കുളിക്കുമ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോൾ കുളിക്കുമ്പോൾ ഒരു അമ്മ എന്നുള്ള പഠിക്കുന്നതാണ് കേട്ടോ. ടീച്ചേഴ്സ് എല്ലാ മക്കളെയും എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്. ടീച്ചറെ ഈ രീതിയിൽ കാണുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതിനടുത്ത് ഇതാണ് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കുട്ടികളോടും പേരൻസിനോടും എല്ലാവരോടും. എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ സ്കൂളിനെ പറ്റി പറയാൻ വാക്കുകൾ ഒരിക്കലും ഒരു പ്രമോഷനോ കാര്യങ്ങളോ അല്ല. ഞാൻ എൻ്റെ മക്കളെ അവിടെ കൊണ്ട് ചേർത്തത് മാത്രമല്ല. പ്രമോഷൻ നമ്മുടെ മക്കൾ പഠിച്ചു വരുന്നതിൻ്റെ ഒപ്പം എല്ലാ മക്കളും നല്ല നിലയ്ക്ക് പഠിക്കണം തന്നെയാണ് എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നൊരു ഇൻ്റർനാഷണൽ സ്കൂളിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ നമ്മുടെ കുണിക്കുമ്പോളെ ഡാൻസാണ് കേട്ടോ. കുണിക്കുമ്പോളെ ഒറ്റത്ത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നാട്ടാ നമ്മുടെ കുണിക്കുമ്പോൾ ഭയങ്കര ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞില്ല ഇവരൊന്നും ഡാൻസാണ് കളിക്കാത്ത കുട്ടികളായിരുന്നു. അവർ ഇത്രയും നന്നായി ഡാൻസ് കളിപ്പിക്കാൻ പറ്റിയത് തന്നെ ആ ടീച്ചേഴ്സിൻ്റെ കഴിവാണ് കേട്ടോ. എന്താ വെച്ചാൽ കുഞ്ഞു മക്കളാണ്, അവരെ ഒരു 1-2 കുട്ടികളല്ല, അവർക്ക് വളരെ ചുരുങ്ങിയ ടൈം പരിമിതികളാണ് ഇത്രയും മക്കളെ തന്നെ ഡാൻസ് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അവർ ഗുരുവായൂർ അവരുടെ ഡാൻസ് ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് കുണക്കിന് അവിടെ ചേർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവരൊരു ഡാൻസ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്ന് തന്നെ അവരെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ വന്നോളട്ടെ. എന്താ വെച്ചാൽ എനിക്ക് നമുക്ക് നേടാൻ പറ്റാത്തത് നമ്മുടെ മക്കളിലൂടെ നേടണം. പൊന്നിനും കുഞ്ഞിനോടും ചെയ്യാൻ പറ്റാത്തത് കുണുക്കിനോടും കുണിക്കോടും ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുണുക്കമ്മൻ്റെ അടുത്ത ഡാൻസ്. നിങ്ങൾക്ക് കുണുക്കമ്മൻ്റെ കാണാണ്ടത് നോക്കി ക്യാമറ ഇടയ്ക്ക് താന്നും കൊണ്ട് കുണിക്കുമ്പോഴോ കാത്തുമോ ഒക്കെ തേറിയാനായിട്ട് കാരണം ആ നടുവര് കണ്ട തോനെ മുടിയുള്ള കുട്ടിയുണ്ട്. അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ കുണുക്കമ്മോൻ. നോക്ക് കുണുക്കമ്മോനൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കും. ഇവിടെ ഞാൻ പറയും കുണുക്ക ഡാൻസ് പഠിക്കുന്നില്ല, ഒരു സ്റ്റെപ്പ് ഒന്ന് കാണിച്ചാലങ്ങനെ ഇവർ കാണിച്ച് തരില്ലായിരുന്നു. കാരണം അതിനോട് ഭയങ്കര ടെൻഷനായിരുന്നു. ഇവർ കളിക്കുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതിനോട് അതിനോട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അവർ കളിക്കും. കുട്ടികൾ അങ്ങനെയാണ്, നമ്മളവർ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യേണ്ട, അവർ സെറ്റായിക്കോളുന്നു. അങ്ങനെ ഞാൻ കുണുക്കിൻ്റെ ഡാൻസ് ടീച്ചറെ തന്നെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഡാൻസ് പണ്ട് ഒരുപാട് കളിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ മക്കൾക്ക് ആ ഒരു ടാലൻറ്റ് ഞാൻ ഇതുവരെ ആഗ്രഹങ്ങളോ കണ്ടിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഓരോ ഡാൻസ് പഠിച്ച് സ്റ്റേജിൽ കയറി കളിച്ചിരുന്നു. ഞാൻ ഇവിടെ പോയി പഠിച്ചതോ എന്നെ ആരും പഠിപ്പിച്ചതോ അല്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു അവർക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, നമുക്ക് നോക്കണം ചേർക്കണം എന്നുള്ളൊരാഗ്രഹം.
ദൈവം സാധിപ്പിച്ചതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ കിട്ടി കണ്ടപ്പോൾ ഒരു ആഗ്രഹം അമ്മ ചെയ്യുന്നു. അതാണ് ആ കുട്ടി ലാസ്റ്റ് പോവാൻ നിൽക്കണ തിരക്കില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു ക്യൂട്ടായിട്ടൊരു സിമ്പിളായിട്ടുള്ളതൊന്ന് ചെയ്തോളാം പറഞ്ഞിട്ട് അങ്ങനെ സിമ്പിളായിട്ട് പട്ടിക്കുട്ടി, ഒരാൾ പൂച്ചക്കുട്ടി, ഒരാൾ പട്ടിക്കുട്ടി. ഇത് പട്ടിയാണോ പൂച്ചയാണോ അറിയണ ഒരു കമൻറ്റ് ചെയ്തു കേട്ടോ. ഞാൻ അന്നേരം പൂച്ചയാണെന്ന് വെച്ച്, പക്ഷേ ഇന്ന് നോക്കിയപ്പോഴാണ് പൂച്ചയല്ല, അത് പട്ടിക്കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കുടിക്കുമ്പോൾക്ക് ഞാനും വിചാരിച്ചു കുടിക്കുമ്പോൾക്ക് ഒരു മടി ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഫേസിൽ വരച്ചിട്ട് നടക്കും. പക്ഷെ ഒട്ടുമില്ല. ഏട്ടൻ പറയാം അതിന് ഒട്ടും നാണക്കേടില്ല കേട്ടോ എന്ന്. അങ്ങനെ എൻ്റെ നാട്ടിൽ പൂരമായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് പകരൊന്നും പോകാൻ പറ്റിയില്ല. ഇന്നും പോകാൻ പറ്റില്ല എന്നുള്ളത് അറിയാം. ഇന്ന് ഹർത്താലും കാര്യങ്ങളല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി ഡാൻസ് കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തെച്ചിക്കോട്ട് പൂരം. അത് ഈ രാത്രി ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ അന്നത്തെ ഒരു വർഷം എൻ്റെ പോയി എന്ന് എനിക്ക് പറയാട്ടോ. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കണ്ടു വളർന്ന പൂരം, രാമൻ, നമ്മുടെ നാട്, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂടെ പഠിച്ചവർ, അങ്ങനെ എല്ലാവരും കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിട്ട്. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളെ കാണാം. പക്ഷെ നമ്മൾ തമ്മിൽ മിണ്ടിയില്ലെങ്കിലും എപ്പോഴെങ്കിലും അവരെ കാണാൻ പറ്റുന്ന സാഹചര്യ സമയമൊക്കെയാണ്. അപ്പോൾ അവരെ കാണാം. എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളും എല്ലാ ഫാമിലിയിലുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ ഫാമിലിയിലുള്ള പോലെ നമ്മുടെ വീട്ടിലുള്ളുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു സമയം. അത് ഈ ഒരു വിശേഷത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.